In Isaiah 7, the Lord says, യെശയ്യാവ് 7-ാം അധ്യായം 11-ാം വാക്യം യഹോവ അരുളി ചെയ്യുന്നു, ask God for a sign, യഹോവയോട് ഒരു അടയാളം ചോദിച്ചുകൊള്ളുക, whether in the deeper depths or in the highest heights. താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം. Ask God for a sign. യഹോവയോട് ഒരു അടയാളം ചോദിച്ചുകൊള്ളുക. That was the time when the people of Israel were oppressed by the ആ enemies. സമയം ഇസ്രായേൽ മക്കൾ ശത്രുക്കളാൽ ഞെരുക്കപ്പെടുന്ന കാലമായിരുന്നു. They had no hope. അവർക്ക് പ്രത്യാശയില്ല. They didn't know how they were going to live on. അവരെങ്ങനെ ജീവിക്കുമെന്ന് അവർക്ക് അറിയില്ല. Fear was on every side. എല്ലാ വശത്തും സംഭ്രമം തന്നെ, Torment. ഉപദ്രവങ്ങൾ. And they had no അവർക്ക് hope. പ്രത്യാശയില്ല. But God എന്നാൽ said, ദൈവം പറഞ്ഞു, ask for a sign from God. യഹോവയിൽ നിന്ന് ഒരു അടയാളം ചോദിക്കുക. God will show you a sign for the future. ഭാവിക്ക് വേണ്ടിയുള്ള ഒരു അടയാളം ദൈവം കാണിച്ചു തരും. And he said, I will never ask for a sign from ഞാൻ God. യഹോവയിൽ നിന്ന് അടയാളം ചോദിക്കില്ല എന്ന് അവൻ പറഞ്ഞു. I am afraid. എനിക്കത് ഭയമാണ്. So the Lord himself said അതുകൊണ്ട് യഹോവ തന്നെ പറഞ്ഞു, in verse 14, 14-ാം വാക്യം, therefore the Lord himself will give you a sign. അതുകൊണ്ട് യഹോവ തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. What is that ആ sign? അടയാളം എന്താണ്? The virgin will conceive കന്യക ഗർഭം ധരിക്കും, and give birth to a son, അവളൊരു മകനെ പ്രസവിക്കും, and will call him Emmanuel. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. God saying, കർത്താവ് പറയുന്നു, what is impossible for man is possible for God. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. Amen. ആമേൻ. Today, ഇന്ന് you may say, I am like a virgin. ഞാനൊരു കന്യകയെ പോലെ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. Everything is dried up. സകലവും വറ്റി വരേണ്ട അവസ്ഥ. I have no hope. എനിക്ക് പ്രത്യാശയില്ല. I cannot bear fruit. എനിക്ക് ഫലം കായ്ക്കാനാവില്ല. But God എന്നാൽ says, ദൈവം പറയുന്നു, I will make things possible for ഞാൻ you. നിനക്ക് വേണ്ടി കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കും. You may be a നീ ഒരു virgin, കന്യക ആയിരിക്കാം, but I will make the virgin എന്നാൽ conceive കന്യക ഗർഭം ധരിക്കുവാൻ ഞാൻ ഇടയാക്കും. and give birth to a എന്നിട്ടൊരു son. മകനെ പ്രസവിക്കും. I will show you a ഞാൻ sign. നിങ്ങൾക്ക് ഒരു അടയാളം കാട്ടിത്തരും. I will show you a ഞാൻ നിങ്ങൾക്ക് sign. ഒരു അടയാളം കാട്ടിത്തരും. And the sign is ആ Jesus. അടയാളം എന്നത് യേശുവാണ്. Jesus. യേശു, Jesus. യേശു. Even when Jesus was യേശു born, പിറക്കുന്ന സമയത്ത് many signs came through the angel. ദൂതന്മാരിലൂടെ അനേകം അടയാളങ്ങൾ ഉണ്ടായി. Look at Mary. മറിയെ ശ്രദ്ധിക്കുക. If you read Luke 1 and verse 27, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, an angel appears to Mary. മറിയയ്ക്ക് ഒരു ദൂതൻ പ്രത്യക്ഷനാകുന്നത് കാണാം. The verse says, വചനം ഇങ്ങനെ പറയുന്നു, the virgin's name was Mary. And the angel went to ആ her. കന്യകയുടെ പേര് and മറിയ said, എന്നാണ്. ദൂതൻ അവളോട് പറഞ്ഞു. He says, greetings. അവൻ വന്ദനം പറഞ്ഞു. You are highly favored, Mary. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം. The Lord is with you. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. And Mary was greatly troubled. മറിയ വളരെ സംഭ്രമിച്ചു പോയി. But the angel എന്നാൽ said, ദൂതൻ പറഞ്ഞു, do not be afraid, ഭയപ്പെടേണ്ട Mary. മറിയേ, You will നീ conceive ഗർഭം ധരിക്കും, and give birth to a son. ഒരു മകനെ പ്രസവിക്കും. You are to call him Jesus. അവനെ യേശുവെന്ന് വിളിക്കണം. You will have a child, Mary. മറിയേ, നിനക്കൊരു ശിശു ജനിക്കും. Even though you are a നീ virgin, ഒരു കന്യകയായിരുന്നാൽ പോലും and it will be a അതൊരു boy. ആൺകുട്ടിയായിരിക്കും. You will call him അവനെ നീ Jesus. യേശുവെന്ന് വിളിക്കും. Mary asked, how will it മറിയ be? ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? The angel said, ദൂതൻ പറഞ്ഞു, the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, and the power of the Most High will overshadow you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. So the Holy One to be born will be called the Son of God. ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. She said, I am a അവൾ virgin. പറഞ്ഞു, ഞാനൊരു കന്യകയാണല്ലോ, How can this ഇത് be? എങ്ങനെ സംഭവിക്കും? How can I conceive and give birth to a son? എങ്ങനെയാണ് ഞാനൊരു മകനെ പ്രസവിക്കുന്നത്? But the angel said, ദൂതൻ പറഞ്ഞു, the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, and the power of God will come upon you. ദൈവശക്തി നിന്റെ മേൽ വരും, It will make you അത് നീ conceive. ഗർഭം ധരിക്കുവാൻ ഇടയാക്കും. Yes, my അതെ friend, സുഹൃത്തെ, we may be dried like a നീ virgin, ഒരു കന്യകയെ പോലെ വരണ്ട അവസ്ഥയിലാവാം. but when the Holy Spirit comes upon us today, എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
It'll be Christmas for അത് us. നമുക്ക് ക്രിസ്തുമസ് ആയിരിക്കും. Jesus will be born in every one of our നാം souls. ഓരോരുത്തരുടെയും ആത്മാവിൽ യേശു പിറക്കാനിടയാകും. Today, ഇന്ന് you can have Jesus born in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു പിറക്കുവാൻ ഇടയാകും. You may be dry, നിങ്ങൾ വരണ്ട അവസ്ഥയിലാവാം, but Jesus will be born. എന്നാൽ യേശു പിറക്കും. Ask for that ആ sign. അടയാളം ചോദിക്കുക. Ask for that ആ sign. അടയാളം ചോദിക്കുക. Say, Lord Jesus, യേശു കർത്താവേ, I want a sign. എനിക്കൊരു അടയാളം വേണം. Fill me with thy Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. And I want God to be formed in me ദൈവം എന്നിൽ ഉരുവാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, in the form of Jesus. യേശുവിന്റെ രൂപത്തിൽ. He will call those things which are not there as if they are there. അവിടുന്ന് ഇല്ലാത്തവകളെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനാണ്. Today, the Holy Spirit will come ഇന്ന് പരിശുദ്ധാത്മാവ് വരും. and Jesus will be formed in you. യേശു നിങ്ങളിൽ ഉരുവാകും. How many of you want Jesus to be born in നിങ്ങളിൽ you? എത്ര പേർ യേശു നിങ്ങളിൽ ഉരുവാകുവാൻ ആഗ്രഹിക്കുന്നു? Cry out to him right അപ്പോൾ now. അവിടുത്തോട് കരയുക. He will fill you. അവിടുന്ന് നിങ്ങളെ നിറയ്ക്കും. There's a person called Vimal who gave his വിമൽ testimony. എന്ന ഒരുത്തൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞു. He's from അദ്ദേഹം Chhattisgarh. ഛത്തീസ്ഗഡുകാരനാണ്. Parents were very poor. മാതാപിതാക്കൾ പാവങ്ങളാണ്. He studied only till 8th 8ാം standard, ക്ലാസ് വരേക്കും അദ്ദേഹം പഠിച്ചിരുന്നുള്ളൂ. but he got into wrong അവൻ company. തെറ്റായ കൂട്ടുകെട്ടിൽ ആയിപ്പോയി. He became an addict അവൻ ആസക്തിക്ക് അടിമയായി തീർന്നു. and he became അവൻ അങ്ങനെ a criminal, ഒരു കുറ്റവാളിയായി തീർന്നു. working with criminals for money. പണത്തിനായി കുറ്റവാളികൾക്കൊപ്പം വേല ചെയ്തു. One day he was caught by the police, ഒരിക്കൽ അവനെ പോലീസ് പിടിച്ചു. thrown into jail. അവനെ ജയിലിലാക്കി. When he was in jail, അവൻ ജയിലിലായിരുന്നപ്പോൾ, when 3 months had passed in jail, ജയിലിൽ 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, one day he cried. ഒരിക്കൽ അവൻ നിലവിളിച്ചു, He said, Jesus, ഇത് യേശുവാണോ? remember me. എന്നെ ഓർക്കേണമേ, Remember me. എന്നെ ഓർക്കേണമേ, Look at me. എന്നെ നോക്കേണമേ, Look at the situation I am in. ഞാനായിരിക്കുന്ന അവസ്ഥയെ നോക്കേണമേ. He cried to അവൻ Jesus. യേശുവിനോട് നിലവിളിച്ചു. At the same അതേ time, സമയം തന്നെ his parents at home were watching the Jesus Calls TV അവന്റെ program. മാതാപിതാക്കൾ യേശു വിളിക്കുന്നു TV പ്രോഗ്രാം കാണുകയായിരുന്നു. And that day I was praying on television for those whose children were in jail. അന്ന് മക്കൾ ജയിലിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. I said the Holy Spirit is telling me that people who are watching, out of that there is a family whose child is in ഈ jail. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മകൻ ജയിലിലാണ് എന്ന് ഞാനൊന്ന് വിളിച്ചു പറയുവാനിടയായി. Jesus hears your യേശു prayer. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. He is transforming your നിന്റെ child. മകനെ അവർ രൂപാന്തരപ്പെടുത്തും. A miracle happened. ഒരു അത്ഭുതം നടന്നു. The judge released him, ജഡ്ജി അവനെ അവിടെ നിന്നും മോചിപ്പിച്ചു. saying that there was no evidence. യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞാണ് വിട്ടയച്ചത്. All the cases were withdrawn. അവനെതിരുള്ള കേസുകളെല്ലാം വിട്ടുകളഞ്ഞു. But when he came അവൻ back, തിരികെ വന്നപ്പോൾ he came back with അവൻ Jesus. യേശുവിനെ ഏറ്റുകൊണ്ടാണ് വന്നത്. Yes, the man who was dried up in അതെ, jail ജയിലിൽ വരണ്ട അവസ്ഥയിലിരുന്ന മനുഷ്യൻ, had the Holy Spirit coming upon him. അവന് മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ He repented of his അവൻ sin, തന്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു, turned to Jesus, യേശുവിലേക്ക് തിരിഞ്ഞു, came back as a new ഒരു man, പുതിയ മനുഷ്യനായി തിരികെ വന്നു, gave up the criminal life, കുറ്റവാളിയുടെ ജീവിതം വിട്ടുകളഞ്ഞു, gave up the alcohol, മദ്യം ഉപേക്ഷിച്ചു, became a child of ഒരു God. ദൈവ പൈതലായി തീർന്നു. Tonight it will happen to everyone. ഇന്ന് രാത്രി ഓരോരുത്തർക്കും ഇത് സംഭവിക്കാം. If only you will cry to യേശുവിനോട് Jesus. നിലവിളിച്ചാൽ മാത്രം മതി. And he went and worked in a quarry അവനൊരു പാറമടയിൽ ജോലി ചെയ്യുവാൻ വേണ്ടി പോയി, just to earn some അല്പം money. പണമുണ്ടാക്കുവാനായി. And he was in charge of blasting the explosives. വെടിമരുന്നുകൾ പൊട്ടിക്കുന്നതിന്റെ ഇൻചാർജ് ആയിരുന്നു അവൻ. So tough. വളരെ കഠിനമായ ജോലി. He had to work on Sundays also. ഞായറാഴ്ചയും ജോലി ചെയ്യണമായിരുന്നു. He couldn't go to worship. ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയില്ല. And he prayed to God, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, do a miracle, നീ Lord. അത്ഭുതത്തിന്റെ കർത്താവല്ലോ, I am not ഞാൻ studied. പഠിച്ചവനല്ലോ, I can't dream of getting a good job. എനിക്കൊരു നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല. At that ആ time, സമയത്ത് in Raipur, we had the Jesus Calls meeting. റായ്പൂരിൽ ഞങ്ങൾക്ക് ജീസസ് കോൾസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. And lakhs of people were there. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. And the first night I said, ആദ്യ രാത്രി ഞാൻ പറഞ്ഞു, the Holy Spirit wants me to pray for those who do not have a job. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. I said, those without a job, stand up. ജോലിയില്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞു.
Thousands of young people stood up. ആയിരക്കണക്കിന് യൗവനക്കാർ എഴുന്നേറ്റു. He was also there in the crowd. ആ കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു. Amazingly, ആശ്ചര്യമെന്ന് പറയട്ടെ, God performed a miracle. ദൈവം ഒരു അത്ഭുതം ചെയ്തു. As he went home, അവൻ വീട്ടിലേക്ക് മടങ്ങി. in a few കുറച്ച് days, ദിവസം കഴിഞ്ഞ് a railway official visited his റെയിൽവേ place, ഉദ്യോഗസ്ഥർ അവന്റെ സ്ഥലം സന്ദർശിച്ചു. asked the young people to apply for railways job, യൗവനക്കാർ റെയിൽവേ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ അവർ പറഞ്ഞു. and he applied with അവൻ them. അതിന് അപേക്ഷിച്ചു. Said, I am not qualified. ഞാൻ യോഗ്യതയുള്ളവനല്ല. Amazingly, വിസ്മയകരമായി God gave him a government railway job. ദൈവം അവന് റെയിൽവേയിൽ ഒരു ഗവൺമെന്റ് ജോലി തന്നെ കൊടുത്തു. Yes, he became a railway worker. അതെ, അവൻ റെയിൽവേയിൽ ഒരു ജോലിക്കാരനായി. God blessed him. ദൈവം അവനെ അനുഗ്രഹിച്ചു. And he came and gave his testimony in one of our meetings in Ambikapur. അംബികാപൂരിലെ ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ വന്ന് അവൻ സാക്ഷ്യം പറഞ്ഞു. On the platform, I had laid my hands upon him, പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ ഞാൻ അവന്റെ മേൽ കൈവച്ചു. and I prayed. അവനായി പ്രാർത്ഥിച്ചു. Gave him a golden അവന് future, നല്ല ഭാവി കൊടുക്കണമേ, double portion of prosperity, ഇരട്ടി സമൃദ്ധി കൊടുക്കണമേ, beautiful family നല്ല life, കുടുംബജീവിതം, wonderful house, മനോഹരമായ വീട് കൊടുക്കണമേ, anointing of God's grace. ദൈവകൃപയുടെ അഭിഷേകം ഉണ്ടാകണമേ. It's all on video. അത് വീഡിയോയിൽ ലഭ്യമാണ്. Every blessing was just poured upon him by the Holy Spirit as I prayed. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ചൊരിഞ്ഞു. Next year itself, അടുത്ത വർഷം തന്നെ God gave him a ദൈവം house, അവന് വീട് കൊടുത്തു. his own അവന്റെ house. സ്വന്തം ഭവനം. A man who was in jail, ജയിലിലായിരുന്ന മനുഷ്യന് God gave him a അവനൊരു house. ഭവനം കൊടുത്തു. And he got married to a girl called Sonali. സമാലി എന്ന യുവതിയെ അവൻ വിവാഹം കഴിച്ചു. Nobody will marry such people. അങ്ങനെയുള്ളവരെ സാധാരണ ആരും കല്യാണം കഴിക്കില്ല. But God gave him a wonderful wife, ദൈവം അവനൊരു നല്ല ഭാര്യയെ കൊടുത്തു. God-fearing girl. ദൈവഭയമുള്ള പെൺകുട്ടി. They joined in the family blessing plan of Jesus Call. ജീസസ് കോൾസിന്റെ ഫാമിലി ബ്ലെസ്സിംഗ് പ്ലാനിൽ അവർ ചേർന്നു. God gave them 2 children. ദൈവം അവർക്ക് 2 കുട്ടികളെ കൊടുത്തു. They put them as young partners. അവരെ യങ് പാർട്ട്നേഴ്സിൽ അവർ ചേർത്തു. Then he said, എന്നിട്ട് അവൻ പറഞ്ഞു, there are hundreds of such young people like എന്നെ me. പോലെയുള്ള 100 കണക്കിന് യൗവനക്കാരുണ്ട്. They should not become criminals. അവർ കുറ്റവാളികളാകാൻ പാടില്ല. They need Jesus to be born in their heart. അവരുടെ ഹൃദയത്തിൽ യേശു ഉരുവാകണം. So he started a prayer in his house. അവൻ തന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. And people started coming. ആളുകൾ വരുവാൻ തുടങ്ങി. The grace of God started operating. ദൈവകൃപ വ്യാപരിക്കുവാൻ തുടങ്ങി. And he started a church. അവൻ ഒരു ചർച്ച് ആരംഭിച്ചു. And the name of the church is ആ ചർച്ചിന്റെ പേര് the Church of God with Signs and Wonders. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും സഭ. Signs and Wonders. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും. Ask for a sign. ഒരു അടയാളം ചോദിച്ചു കൊള്ളുക. Ask for a sign. ഒരു അടയാളം ചോദിച്ചു കൊള്ളുക. Today, along with his railway job, അവന്റെ റെയിൽവേ ജോലിയോടൊപ്പം തന്നെ he serves 500 people in his church. 500-ലധികം പേർ വരുന്ന സഭയിൽ അവൻ സേവനം ചെയ്യുന്നു. It's a blessing അതൊരു അനുഗ്രഹമാണ്. to the nation and the people. ദേശത്തിനും ആളുകൾക്കും അനുഗ്രഹം. Ask for a ഒരു sign. അടയാളം ചോദിച്ചു കൊള്ളുക. Ask for a ഒരു sign. അടയാളം ചോദിക്കുക. For Jesus to be born in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിക്കുവാനായി. Open your നിങ്ങളുടെ heart. ഹൃദയം തുറക്കുക. God is ready to come in. ദൈവം പ്രവേശിക്കാൻ തയ്യാറാണ്. You don't need to seek God only for timely blessings. താൽക്കാലിക അനുഗ്രഹത്തിനു വേണ്ടി മാത്രമല്ല നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. You can have him always. അവിടുത്തേക്ക് എപ്പോഴും നിങ്ങളിൽ വസിക്കുവാൻ കഴിയും. The Lord said, "O King Ahaz, ദൈവം പറഞ്ഞു, ആഹാസ് രാജാവേ, don't be afraid. ഭയപ്പെടരുത്. Don't just cry when the enemies are coming against നിനക്ക് you. വിരോധമായി ശത്രു വരുമ്പോൾ നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. Ask for a sign. അടയാളം ചോദിക്കുക. Permanently you can have God Almighty in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ സദാ ദൈവം ഉണ്ടായിരിക്കും. A virgin will കന്യക conceive. ഗർഭവതിയാകും. You will conceive with നിങ്ങൾ God. ദൈവത്തെ ഗർഭം ധരിക്കും. Jesus യേശു says, പറയുന്നു, I am knocking at the door of your heart. ഞാൻ നിങ്ങളുടെ ഹൃദയവാതിലിൽ മുട്ടുന്നു. If you open your നിങ്ങളുടെ heart, ഹൃദയം തുറന്നാൽ I will come ഞാൻ in. ഉൾപ്രവേശിക്കും. I will build your ഞാൻ life. നിങ്ങളുടെ ജീവിതം പണിയും. Would you open your heart to Jesus today? യേശുവിനായി നിങ്ങളുടെ ഹൃദയം ഇന്ന് തുറക്കുമോ? He will come in. അവിടുന്ന് കടന്നു വരും. He'll be born in your life. അവിടുന്ന് നിങ്ങളിൽ ഉരുവാകും. He will turn your virgin life into a fruitful life. നിങ്ങളുടെ കന്യക ജീവിതം അവൻ ഫലപുഷ്ടിയുള്ള ജീവിതമാക്കി മാറ്റും. Give you a beautiful future. നിങ്ങൾക്ക് ഒരു സുന്ദരമായ ഭാവി തരും. That is Christmas. അതാണ് ക്രിസ്മസ്. This grace will come ഈ upon കൃപ you. നിങ്ങളുടെ മേലും വ്യാപരിക്കും.
There is a person called Vishwas. വിശ്വാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. In this crowd, ഈ കൂട്ടത്തിൽ you are also addicted to evil habits. ദോഷകരമായ ശീലങ്ങൾക്ക് നിങ്ങൾ അടിമയാണ്. Yes, you have failed many people. Your mother is crying because of you. അനേകർക്ക് നീ ഒരു തോൽവിയായി തീർന്നു. നിന്റെ മാതാവ് നിനക്ക് വേണ്ടി കരയുകയാണ്. You owe people money. നീ ആളുകളോട് കടം കൊണ്ടിട്ടുണ്ട്. You've been hiding and നീ hiding. മറഞ്ഞു ഇരിക്കുകയാണ്. Today, come to the Lord. ഇന്ന് കർത്താവിലേക്ക് വരിക. God wants to make you an honorable നിന്നെ person. ബഹുമാനമുള്ള മനുഷ്യനാക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. I say what the Holy Spirit tells me. പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ പറയട്ടെ. Vishwas, would you come to the platform വിശ്വാസ്, നീ പ്ലാറ്റ്ഫോമിലേക്ക് വരുമോ? at the end of the meeting? ആ മീറ്റിംഗിന്റെ അവസാനം The Holy Spirit is coming to transform your life. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വരും. Turn your life to നിന്റെ ജീവിതം Jesus. യേശുവിലേക്ക് തിരിക്കുവാൻ. Turn your life to നിന്റെ Jesus. ജീവിതം യേശുവിലേക്ക് തിരിക്കുവാൻ. Anthony, ആന്റണി, you are also in a similar നീയും position. ഇതേ അവസ്ഥയിൽ തന്നെയാണ്. Jesus wants to transform യേശു you. നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. You come with great വലിയ eagerness പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. because you have had losses after നിനക്ക് losses. നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങളാണുള്ളത്. But Jesus turns your life നിന്റെ around. ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളെ ദൈവം മാറ്റും. He loves you. യേശു നിന്നെ സ്നേഹിക്കുന്നു. Jesus loves യേശു you. നിന്നെ സ്നേഹിക്കുന്നു. Give your life into the hands of യേശുവിന്റെ Jesus. കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുക്കുക. Mala, മാല, you also need to നീയും repent. അനുദപിക്കേണ്ടതുണ്ട്. How many lives you have എത്രയോ spoiled, ജീവിതങ്ങളെ നീ നശിപ്പിച്ചിട്ടുണ്ട്. especially the lives of certain young men, പ്രത്യേകിച്ചും ചില യൗവനക്കാരുടെ ജീവിതങ്ങൾ. deceiving അവരെ നീ them. വഞ്ചിച്ചു. Turn to Jesus ഇന്ന് tonight. രാത്രി യേശുവിലേക്ക് തിരിയുക. Come out of the curse. ശാപത്തിൽ നിന്ന് പുറത്തു വരിക. God will build your നിന്റെ future. ഭാവി ദൈവം കെട്ടുപണിയും. The Holy Spirit is here. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. Today we will open our hearts to ഇന്ന് Jesus. യേശുവിനായി നാം നമ്മുടെ ഹൃദയത്തെ തുറക്കും. Cry to Him. തൊടുത്തോട് നിലവിളിക്കുക. I want എനിക്ക് God. ദൈവത്തെ വേണം. Jesus, യേശു God in flesh, ജഗത്തിൽ വന്ന ദൈവമാണ്. be born in അവൻ my നിന്റെ heart. ഹൃദയത്തിൽ പിറന്നിരിക്കുന്നു. Everything will be സകല streamlined. കാര്യങ്ങളും നേരെയാകും. Tonight, ഇന്ന് രാത്രി if there is someone amongst you നിങ്ങളിൽ ആരെങ്കിലും who wants Jesus to be born in your നിങ്ങളുടെ heart, ഹൃദയത്തിൽ യേശു ജനിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ open your heart right ഇപ്പോൾ now. തന്നെ ഹൃദയം തുറക്കുക. I want to pray that Jesus will be born in your യേശു heart. നിങ്ങളിൽ പിറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Throw away your sinful life. പാപജീവിതം വിട്ടുകളക. Throw away the curses of sin. പാപത്തിന്റെ ശാപങ്ങൾ എറിഞ്ഞുകളക. Throw away the guilt of sin. പാപത്തിന്റെ കുറ്റബോധം നീക്കുക. Cry to Jesus. യേശുവിനോട് കരയൂ. By yourself you cannot be നിങ്ങളെ transformed, കൊണ്ട് തന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനാവില്ല. but the Holy Spirit is coming upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. Holy Spirit is coming upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. Lord, Holy Spirit, പരിശുദ്ധാത്മാവാൻ ദൈവമേ, come into everybody who is caught up with sin. പാപത്താൽ പിടിക്കപ്പെട്ട ഓരോരുത്തരുടെ മേലും അവിടുന്ന് വരണമേ. Strengthen them, Lord, ബലപ്പെടുത്തേണമേ. and release them from sin. പാപത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ. Holy Spirit, പരിശുദ്ധാത്മാവേ, let Jesus be born in their heart, Lord. യേശു അവരുടെ ഹൃദയങ്ങളിൽ പിറക്കുമാറാകട്ടെ. Without the Holy Spirit, no one can confess Jesus as Lord. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാനാവില്ല. Holy Spirit, പരിശുദ്ധാത്മാവേ, be born in my heart. എന്റെ ഹൃദയത്തിൽ പിറക്കണമേ. Be born in my life. എന്റെ ജീവിതത്തിൽ പിറക്കണമേ. Restore everything. സകലതും യഥാസ്ഥാനപ്പെടുത്തണമേ. The Lord is answering the prayer. കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. The Holy Spirit is coming upon everybody. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും വരുന്നു. God Himself is coming into you right ഇപ്പോൾ now. ദൈവം തന്നെ നിങ്ങളിലേക്ക് വരുന്നു. Just praise Him. സ്തുതിക്കുക. Just praise Him. സ്തുതിക്കുക. No more ഇനി sin. പാപമില്ല. No more ഇനി dryness. വരണ്ട അവസ്ഥയില്ല. Your life is becoming fruitful with യേശുവോടൊപ്പം Jesus. ജീവിതം ഫലപുഷ്ടമായിരിക്കുന്നു. Amen. ആമേൻ. The hand of God is coming. ദൈവകരം ഇറങ്ങി വരുന്നു. Thank you, Lord, for entering into the heart of everyone രാത്രി tonight. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രവേശിച്ചതിന് നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Amen. ആമേൻ. And again, another sign. വീണ്ടും മറ്റൊരു അടയാളം. This sign came to Joseph. ഈ അടയാളം യോസേഫിനാണ് ഉണ്ടായത്. Joseph and Mary were betrothed to be married. യോസേഫും മറിയയും വിവാഹം കഴിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു. But when Joseph saw that Mary had already conceived as a virgin, കന്യകയായിരിക്കുന്ന മറിയ ഗർഭം ധരിച്ചുവെന്ന് യോസേഫ് അറിഞ്ഞപ്പോൾ he wanted to divorce her, അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. silently cast her away. രഹസ്യമായി ഉപേക്ഷിക്കുവാൻ. But an angel appeared to
Joseph. എന്നാൽ ഒരു ദൂതൻ യോസേഫിന് പ്രത്യക്ഷനായി. And Matthew 1:20, മത്തായി 1:20, the angel of the Lord appeared to him in the dream കർത്താവിന് ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി and said, Joseph, യോസഫേ, do not be afraid ഭയപ്പെടരുത്, to take Mary home as your wife. മറിയെ നിന്റെ ഭാര്യയാക്കാൻ മടിക്കരുത്. What is conceived in her is from God, അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, is from the Holy അത് Spirit. പരിശുദ്ധാത്മാവിൽ നിന്നാണ്. Even today that sign will come to ഇന്ന് you. അതിനുള്ള അടയാളം നിനക്ക് ലഭിക്കും. Maybe your life is നിന്റെ broken. ജീവിതം നുറുക്കപ്പെട്ടിരിക്കാം, Maybe your family life is നിന്റെ broken. കുടുംബജീവിതം തകർക്കപ്പെട്ടിരിക്കാം, Maybe you're planning to separate, വേർപിരിയാൻ പദ്ധതിയിട്ടിരിക്കാം, or your spouse is planning to ഇല്ലെങ്കിൽ separate. ജീവിത പങ്കാളി അങ്ങനെ ചിന്തിച്ചേക്കാം. Or maybe your life is broken because of the alcoholic spirit. മദ്യാസക്തി നിമിത്തം നിന്റെ ജീവിതം തകർന്ന അവസ്ഥയിലായിരിക്കാം. Your family life is broken because of the financial problems. സാമ്പത്തിക പ്രശ്നം നിമിത്തം നിന്റെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയിലാവാം. But God is sending a sign എന്നാൽ ദൈവം ഒരു അടയാളം അയക്കുന്നുണ്ട്, to unite the husband and the wife. ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നു ചേർക്കുവാൻ. Tonight the husband and the wife shall unite. രാത്രി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കും. Your husband will begin to love നിന്റെ you. ഭർത്താവ് നിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും, Your wife will begin to love നിന്റെ you. ഭാര്യ നിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും, Your children will begin to love നിന്റെ you. കുഞ്ഞുങ്ങൾ നിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും. There'll be love in your family നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടാകും, because of the Holy Spirit. പരിശുദ്ധാത്മാവ് നിമിത്തം. The angel appeared ദൂതൻ പ്രത്യക്ഷനായി and said, Joseph, യോസേഫിനോട് പറഞ്ഞു, don't send away your നിന്റെ wife. ഭാര്യയെ അയച്ചു കളയരുത്, Receive അവളെ her. സ്വീകരിക്കുക, Receive അവളെ her. സ്വീകരിക്കുക. You have come together because of the Holy Spirit. പരിശുദ്ധാത്മാവാൽ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. Today God says you have come together as husband, wife and children by the power of God. ദൈവത്തിന്റെ ശക്തിയാലാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. Jesus is born in നിങ്ങളുടെ you. കുഞ്ഞുങ്ങളെ പോലെ യേശു നിങ്ങളിൽ ജനിച്ചിരിക്കുന്നു. You shall be united as husband, wife and children with joy and love. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും സന്തോഷത്താലും സ്നേഹത്താലും ഒന്നിച്ചിരിക്കുന്നു. Today the separated families shall be united. ഇന്ന് വേർപിരിഞ്ഞ കുടുംബങ്ങൾ ഒന്നായി ചേരും. God is building your ദൈവം home. നിങ്ങളുടെ കുടുംബം പണിയുകയാണ്. God is building your family ദൈവം നിങ്ങളുടെ life. കുടുംബജീവിതത്തെ പണിയുകയാണ്. Psalm 68 and verse 6 says 68-ാം so. സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം അങ്ങനെ പറയുന്നു, He builds the lonely into അവൾ families. ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. This shall be a sign that Jesus is born in your life. യേശു നിങ്ങളുടെ ജീവിതത്തിൽ പിറന്നത് അതിന്റെ അടയാളമാണ്. Many years ago, വർഷങ്ങൾക്ക് മുൻപ് a lady came to my wife's എന്റെ meeting. ഭാര്യയുടെ മീറ്റിംഗിൽ ഒരു സ്ത്രീ വന്നു. Her name is അവളുടെ Lalita. പേര് ലളിത എന്നാണ്. She was crying because the husband was a terrible alcoholic. ഭർത്താവിന് മദ്യത്തോടുള്ള അത്യാസക്തി നിമിത്തം അവൾ ആകുലത്തിലായിരുന്നു. My wife എന്റെ said, ഭാര്യ പറഞ്ഞു, I command fire to come upon the husbands who are tormenting the wives. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുടെ മേൽ അഗ്നി ഇറങ്ങട്ടെ എന്ന് ആജ്ഞാപിച്ചു. The Spirit of God, let him come upon the husbands who are tormenting the wives. As a fire, let it come. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. The lady received the Holy ആ സ്ത്രീ Spirit, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, went home. വീട്ടിലേക്ക് പോയി. The husband was in front of the house. ഭർത്താവ് വീടിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. There was a tap, public tap, in front of the house for the whole street. ആ വീടിന്റെ മുൻപിൽ ആ തെരുവിന് ആവശ്യമായ പബ്ലിക് ടാപ്പ് ഉണ്ടായിരുന്നു. He was sitting under the tap with the water open, ആ പബ്ലിക് പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടുകൊണ്ട് അതിന്റെ കീഴിലിരിക്കുകയായിരുന്നു. fully drunk. കുടിച്ചു മത്തനായി And he was shouting, അവൻ അലറി വിളിച്ചു, It's ഓ burning! എരിയുന്നു, It's burning! എനിക്ക് എരിയുന്നു, It's എന്നെ burning! പൊള്ളുന്നു. Literally, he was shouting, It's അവനെ burning. പൊള്ളുന്നുവെന്ന് അവൻ അലറുകയാണ്. The wife pulled him, ഭാര്യ അവനെ പിടിച്ച് took him into the house. വീട്ടിലേക്ക് കൊണ്ടുപോയി. And next morning, പിറ്റേ came. ദിവസം രാവിലെ They watched our TV program in the ഞങ്ങളുടെ morning. TV പ്രോഗ്രാം അവർ കണ്ടു. In that TV ആ program, TV പ്രോഗ്രാമിൽ the wife pulled the husband, ഭാര്യയെ ഭർത്താവ് കൊണ്ടുചെന്നിരുത്തി was still crying, നിലവിളിക്കുകയാണ്, It's burning. എനിക്ക് എരിയുന്നു, പൊള്ളുന്നു. Because my wife had prayed for the Holy Spirit to come like a fire. പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങണമേ എന്ന് എന്റെ ഭാര്യ പ്രാർത്ഥിച്ചിരുന്നു. And I said in the TV program, TV പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു, there is a man called Loganathan. ലോകനാഥൻ എന്ന ഒരു മനുഷ്യൻ You are an alcoholic. മദ്യപാനിയാണ്. You are troubling your നിന്റെ wife. ഭാര്യയെ നീ ഉപദ്രവിക്കുന്നു. And your wife's name is Lalita. ഭാര്യയുടെ പേര് ലളിത എന്നാണ്. Both husband and wife's name Jesus said. ഭാര്യയുടെയും ഭർത്താവിന്റെയും പേര് യേശു പറഞ്ഞു. And through the Holy Spirit I mentioned it. പരിശുദ്ധാത്മാവിൽ ഞാനത് പറഞ്ഞു. They were അവർ shocked. ആശ്ചര്യപ്പെട്ടു. They were അവർ shocked. ആശ്ചര്യപ്പെട്ടു. I said, now the Holy Spirit is delivering ഇപ്പോൾ you. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞു.
And a black figure came out അവനിൽ of നിന്നും him. ഒരു കറുത്ത രൂപം പുറത്തുപോയി. He cried and അവൻ cried. കരഞ്ഞുകൊണ്ടേയിരുന്നു. And Jesus യേശു transformed അവനെ him. രൂപാന്തരപ്പെടുത്തി. He became a new അവൻ ഒരു പുതിയ man. മനുഷ്യനായി. Husband and wife united in യേശുവിൽ Jesus. ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്നു. And they both came and testified. രണ്ടുപേരും ഒന്ന് സാക്ഷ്യം പറഞ്ഞു. Jesus has built our യേശു family. ഞങ്ങളുടെ കുടുംബത്തെ പണിതു. Yes, Jesus is അതെ, born യേശു ജനിച്ചിരിക്കുന്നു to build the homes of the people. ജനങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ. Ask for a ഒരു sign. അടയാളം ചോദിച്ചുകൊള്ളുക. God will build your ദൈവം home. നിങ്ങളുടെ കുടുംബത്തെ പണിയും. Everything that is separating you in the family will be broken today. കുടുംബത്തിൽ നിങ്ങളെ വേർപിരിക്കുന്ന സകല കാര്യങ്ങളും ഇന്ന് തകർക്കപ്പെടും. Jesus will unite your home. യേശു നിങ്ങളുടെ കുടുംബത്തെ ഒന്നിപ്പിക്കും. If you believe it, would you shout a big hallelujah to Jesus? നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. Amen. ആമേൻ. And അതുപോലെ another sign happened. മറ്റൊരു അടയാളവും ഉണ്ടായി. Again an angel appeared to Joseph. പിന്നെയും ഒരു ദൂതൻ യോസേഫിന് പ്രത്യക്ഷനായി. In Matthew 2 and verse 30. മത്തായി 2-ാം അധ്യായം 30-ാം വാക്യം. And said to him in a ഒരു dream, സ്വപ്നത്തിൽ അവനോട് ഇങ്ങനെ പറഞ്ഞു, Get up, Joseph. യോസഫേ എഴുന്നേൽക്കാം, Take the child. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് Take the mother of the കുഞ്ഞിന്റെ child മാതാവിനെയും കൂട്ടിക്കൊണ്ട് and escape to Egypt. മിസ്രൈമിലേക്ക് പോകാം. Escape to Egypt. മിസ്രൈമിലേക്ക് പോകാം. God gave a sign for the protection of the son. പുത്രന്റെ സംരക്ഷണത്തിനായി ദൈവം ഒരു അടയാളം നൽകി. God is sending a sign by the coming of Jesus to protect your children. യേശുവിന്റെ വരവിലൂടെ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ അടയാളം നൽകി. The wickedness of the world are trying to destroy your children. ലോകത്തിന്റെ ദുഷ്ടത നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. Today video games are destroying the lives of the children. ഇന്ന് വീഡിയോ ഗെയിമുകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. Wrong doctrines are destroying the lives of the children. ദുരുപദേശങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. And many problems in society are destroying the lives of the young people. സമൂഹത്തിലെ പല സമസ്യകളും യൗവനക്കാരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. But the coming of Jesus is a sign എന്നാൽ യേശുവിന്റെ വരവ് ഒരു അടയാളമാണ്. that God will protect your ദൈവം children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. The angel said, ദൂതൻ പറഞ്ഞു, Go to Egypt, മിസ്രയീമിലേക്ക് പോകാം, save your കുഞ്ഞിനെ child, രക്ഷിക്കാം, save the കുഞ്ഞിനെ child, രക്ഷിക്കാം, save the കുഞ്ഞിനെ child. രക്ഷിക്കാം. Today when the Holy Spirit comes upon ഇത് you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ He will give you the revelation to have ways to save your children. നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് നടത്തുവാനുള്ള വെളിപാട് നിങ്ങൾക്ക് നൽകും. The Holy Spirit will show you what your children should നിന്റെ study, കുഞ്ഞുങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറയും. how you should raise your children, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തേണമെന്ന് പറഞ്ഞു തരും. what future you should set up for your children. കുഞ്ഞുങ്ങളുടെ ഭാവിക്കായി എന്തു ചെയ്യണം. And the Lord Himself will be assigned to do everything for നിങ്ങൾക്ക് you. വേണ്ടി സകലതും ചെയ്യുവാൻ ദൈവം തന്നെ അടയാളമായിരിക്കുന്നു. Are you worried about your children? കുഞ്ഞുങ്ങളെ കുറിച്ച് ആകുലമുണ്ടോ? Do not be. ആകുലപ്പെടരുത്. The Holy Spirit will direct you. പരിശുദ്ധാത്മാവ് മാർഗനിർദ്ദേശം നൽകും. As He directed Joseph യോസേഫിനെ വഴികാട്ടിയതുപോലെ to protect the കുഞ്ഞിനെ baby സംരക്ഷിക്കുവാൻ and the mother. മാതാവിനെയും. Isaiah 54 and verse 13 യെശയ്യാ says, 54:13 പറയുന്നു, All your children will be taught by the നിന്റെ Lord. മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കും. Great shall be the peace of your നിന്റെ children. മക്കളുടെ സമാധാനം വലിയതാകുന്നു. In Isaiah 65:23, യെശയ്യാ 65:23 God says, യഹോവ അരുളി ചെയ്യുന്നു, My people will not labor in vain, എന്റെ ജനം വൃഥാ അധ്വാനിക്കയില്ല, nor will they bear children doomed to misfortune. ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. They and their children will be അവരും blessed. അവരുടെ സന്തതിയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. Your children will be നിങ്ങളുടെ blessed. സന്തതി അനുഗ്രഹിക്കപ്പെടും. Many years ago, when I was 16, 17 years, വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് 16-17 വയസ്സുള്ള കാലത്ത് I was away from the ഞാൻ Lord. കർത്താവിൽ നിന്നും അകന്നുപോയി. My mother എന്റെ said, അമ്മ പറഞ്ഞു, No point in disciplining my son എന്റെ anymore. മകനെ ഇനി ശിക്ഷിച്ചിട്ട് കാര്യമില്ല. Every Tuesday, I'll fast എല്ലാ and pray. ചൊവ്വാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിക്കും. Every എല്ലാ Tuesday, ചൊവ്വാഴ്ചയും she fasted അവൾ for me, എനിക്കായി ഉപവസിച്ചു. crying to God. ദൈവത്തോട് നിലവിളിച്ചു. I would tell my mother, Nothing can save me. ഒന്നിനും എന്നെ രക്ഷിക്കാനാവില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. Your tears will not അത് work. ഫലവത്താകില്ല. I don't want to come to Jesus. യേശുവിലേക്ക് വരുവാൻ എനിക്ക് ഇഷ്ടമില്ല. But she അവൾ said, പറഞ്ഞു, You can never run away from your mother's നിന്റെ tears. അമ്മയുടെ കണ്ണുനീരിൽ നിന്നും ഓടാൻ നിനക്കാവില്ല. Jesus will be born in your heart. യേശു നിന്റെ ഹൃദയത്തിൽ ജനിക്കും. You will stand up and preach നീ Jesus. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. And God will use you in double measure like my husband. എന്റെ ഭർത്താവിനെ പോലെ തന്നെ കർത്താവ് നിന്നെ ഇരട്ടിയായി ഉപയോഗിക്കും.
And in a few weeks, ചില ആഴ്ചകൾക്ക് ശേഷം God touched my heart. ദൈവം എന്റെ ഹൃദയത്തെ തൊട്ടു. I fell on my ഞാൻ face വീണു വണങ്ങി and cried for യേശുവിനായി Jesus. നിലവിളിച്ചു. My life changed. ജീവിതത്തിന് മാറ്റമുണ്ടായി. Even today, ഇന്നു പോലും during the past several years, കഴിഞ്ഞ ചില വർഷങ്ങൾ, literally 44 years, ശരിക്കും പറഞ്ഞാൽ 44 വർഷം, my mother sits behind my എന്റെ back. മാതാവ് എന്റെ പിറകിലിരുന്ന് Every time I minister ഞാൻ ശുശ്രൂഷിക്കുമ്പോഴൊക്കെയും and sheds tears of joy. ആനന്ദ കണ്ണുനീർ വാർക്കും. God saved എന്റെ my മകനെ son. ദൈവം രക്ഷിച്ചു. God protected my എന്റെ son. മകനെ സംരക്ഷിച്ചു. God has made my son a എന്റെ blessing. മകനെ അനുഗ്രഹമാക്കി തീർത്തു. Not only എന്നെ me, മാത്രമല്ല my beloved എന്റെ wife, ഭാര്യയെയും and all our ഞങ്ങളുടെ children, കുഞ്ഞുങ്ങളെല്ലാം, even the children whom God has given us through their marriage, വിവാഹത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച മക്കളെയും and our granddaughter also. ഞങ്ങളുടെ കൊച്ചുമകളെയും അനുഗ്രഹിച്ചു. What a joy! എത്ര ആനന്ദം! Your children will be taught by the നിന്റെ Lord. മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെടും. Great shall be the peace of your നിന്റെ children. മക്കളുടെ സമാധാനം വലുതായിരിക്കും. Ask for a ഒരു sign. അടയാളം ചോദിച്ചുകൊള്ളുക. The baby Jesus was born for your children to be നിന്റെ blessed, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് യേശു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. children to be protected. കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്. For that, dear അതിന് parents, പ്രിയ മാതാപിതാക്കളെ, God's Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. You will know how to lead your നിങ്ങളുടെ children. കുഞ്ഞുങ്ങളെ എങ്ങനെ നയിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. And through that, great shall be the peace of your അങ്ങനെ children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സമാധാനം വലുതായിരിക്കും. I want to pray for the families കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. to be അവർ united, ഒന്നിക്കുവാൻ, to be full of സ്നേഹത്താൽ love, നിറയുവാൻ, alcohol to മദ്യം go, ഉപേക്ഷിക്കുവാൻ, financial troubles to go, സാമ്പത്തിക കഷ്ടം നീങ്ങുവാൻ, and for the children to come back to the bosom of Jesus and the bosom of the parents, മക്കൾ യേശുവിന്റെയും മാതാപിതാക്കളുടെയും മടിയിലേക്ക് തിരികെ വരുവാൻ, and the children to study well, കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുവാൻ, children to അവർ prosper. പുഷ്ടിയുള്ളവരാകുവാൻ. Would you cry to നിങ്ങൾ Jesus? യേശുവിനോട് നിലവിളിക്കുമോ? Say, I want the sign, Lord. കർത്താവേ, എനിക്ക് അടയാളം വേണം. Be born in our family. ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കണമേ. We will start praying as a ഞങ്ങൾ family. കുടുംബമായി പ്രാർത്ഥിക്കും. We will witness as a family. കുടുംബമായി സാക്ഷ്യം പറയും. As parents, we will live a righteous life for the sake of our children to follow Jesus. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ അനുഗമിക്കത്തക്കവണ്ണം നീതിയുള്ള ഒരു ജീവിതം ഞങ്ങൾ ചെയ്യും. Would you make that commitment? നിങ്ങൾ അങ്ങനെ സമർപ്പിച്ചു കൊടുക്കുമോ? You will have the Holy Spirit doing everything for സകലവും you. സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. Shall we look to God for the blessing of the family? കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. The glory of God is coming upon everybody. ദൈവ തേജസ് ഓരോരുത്തരിലേക്കും ഇറങ്ങി വരുന്നു. You will rejoice. നിങ്ങൾ സന്തോഷിക്കും. Father, പിതാവേ, look into everyone's family life. ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലേക്ക് നോക്കണമേ. Whatever is separating the family, കുടുംബത്തെ വേർപിരിക്കുന്നത് എന്തും I bind that problem in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നത്തെ ഞാൻ ബന്ധിക്കുകയാണ്. If it is alcohol, I bind that spirit. അത് മദ്യപാനമെന്നാൽ ആ ആത്മാവിനെ ബന്ധിക്കുന്നു. If it is sin, I bind that spirit. പാപമെങ്കിൽ ആ പാപത്തിന്റെ ആത്മാവിനെ ബന്ധിക്കുന്നു. If it is wrong relationships, I bind that spirit. അവിഹിത ബന്ധങ്ങളുടെ ആത്മാവിനെ ബന്ധിക്കുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Holy Spirit, ആത്മാവേ, come upon your people. ദൈവത്തിന്മേൽ വരണമേ. Give them peace in their relationship, Lord. ബന്ധങ്ങളിൽ സമാധാനം കൊടുക്കണമേ. Every financial trouble which is breaking the family, കുടുംബങ്ങളെ തകർക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, bringing arguments in the home, കുടുംബത്തിൽ വിവാദമുണ്ടാക്കുന്നു, I command it to leave in Jesus' യേശുവിന്റെ name. നാമത്തിൽ അത് വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. Bless them. വിടുവിക്കണമേ. Those who need a job, give them a job. ജോലി ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണമേ. And give them finances, Lord. സാമ്പത്തികം കൊടുക്കണമേ. Take away the debts, Lord. കടങ്ങൾ നീക്കണമേ. No more accumulation of കടം debts. കൂടുവാൻ ഇടയാകരുതേ. Release your ജനത്തെ people. വിടുവിക്കണമേ. From today, let them prosper. സമൃദ്ധി അടയട്ടെ. Daddy, give them good job. അവർക്ക് നല്ല ജോലി കൊടുക്കണമേ. Good job. നല്ല ജോലി. Elevate അവരെ them. ഉയർത്തണമേ. Open the international doors for them. വാതിലുകളെ തുറക്കണമേ. National ദേശീയ doors. വാതിലുകളെ Bless the businesses. അനുഗ്രഹിക്കണമേ. Let them be അവർ blessed. അനുഗ്രഹിക്കപ്പെടട്ടെ. For their sake, let their companies be blessed. അവരുടെ കമ്പനികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. And now, ഇപ്പോൾ every fighting spirit, പോരാട്ടത്തിന്റെ ആത്മാവ്, every misunderstanding spirit, തെറ്റിദ്ധാരണയുടെ ആത്മാവ്,
I command it to come out of every family. കുടുംബങ്ങളിൽ നിന്നും പുറത്തു പോകുവാൻ കൽപ്പിക്കുകയാണ്. Let the husbands begin to love the wife. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങട്ടെ. Let the wives begin to respect the husband. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാൻ തുടങ്ങട്ടെ. Let the children love the parent. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let there be a difference today. ഇന്നൊരു വ്യത്യാസം ഉണ്ടാകട്ടെ. Those who need a transfer, give them a ട്രാൻസ്ഫർ transfer. ആവശ്യമായിരിക്കുന്നവർക്ക് നൽകുമാറാകണമേ. Let them be in one place, Lord. ഒരു സ്ഥലത്താവട്ടെ. Bless them. അനുഗ്രഹിക്കണമേ. Bless them. അനുഗ്രഹിക്കണമേ. Bless every house. അവരെ അനുഗ്രഹിക്കണമേ. Give them their own house, അവരുടെ Lord. സ്വന്തം വീട് ഉണ്ടാകട്ടെ. Their own house. അവരുടെ സ്വന്തം വീട്. Those young people who have to get married, Lord. വിവാഹിതരാകേണ്ട യൗവനക്കാർ Give them the right life partner in this month itself in Jesus' യേശുവിന്റെ നാമത്തിൽ name. ഈ മാസത്തിൽ തന്നെ അവർക്ക് തക്കതായ ജീവിത പങ്കാളി ഉണ്ടാകട്ടെ. Let this blessing come in search of them in Jesus' യേശുവിന്റെ നാമത്തിൽ ഈ name. അനുഗ്രഹങ്ങൾ അവരെ തേടി വരുമാറാകട്ടെ. Those who are married വിവാഹിതരായവർക്ക് and the spirit of divorce is trying to destroy their life. ജീവിതത്തെ നശിപ്പിക്കുവാൻ നോക്കുന്ന വിവാഹമോചനത്തിന്റെ ആത്മാവ്, I cast out that spirit of divorce. ഉപേക്ഷണത്തിന്റെ ആത്മാവിനെ ശാസിക്കുകയാണ്. Whether it comes from the parents or anybody else, മാതാപിതാക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വരുന്ന ആ ആത്മാവ് take it അതിനെ away. നീക്കണമേ. Take it അതിനെ away. നീക്കണമേ. Every separated person, let them come together വേർപെട്ട ആളുകൾ ഒന്നിച്ചു ചേരുവാൻ ഇടയാകട്ടെ. in the name of യേശുവിന്റെ Jesus. നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Bless the families, കുടുംബങ്ങളെ Lord. അനുഗ്രഹിക്കണമേ. Let there be family prayer in every ഓരോ family. കുടുംബത്തിലും കുടുംബ പ്രാർത്ഥന ഉണ്ടാകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Bless those who do not have a child. സന്തതി ഇല്ലാത്തവർക്ക്, Let those sisters conceive in Jesus' ആ name. സഹോദരിമാർക്ക് യേശുവിന്റെ നാമത്തിൽ ഗർഭമുണ്ടാകട്ടെ. Let those daughters conceive in ആ Jesus' പുത്രിമാർ name. യേശുവിന്റെ നാമത്തിൽ ഗർഭം ധരിക്കട്ടെ. ഇന്ന് Tonight, രാത്രി, Tonight. ഇന്ന് രാത്രി, tonight, ഇന്ന് രാത്രി in the name of Jesus. യേശുവിന്റെ നാമത്തിൽ Lord, no more losing the children in the womb. ഗർഭസ്ഥ ശിശുക്കൾ നഷ്ടമാകാനിടയാകരുതേ. I cast out those devils which are stealing the children in the womb. ഉദരത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്ന ആത്മാവിനെ ശാസിക്കുകയാണ്. Release thy നിന്റെ people. ജനത്തെ വിടുവിക്കണമേ. Release thy നിന്റെ ജനത്തെ people. വിടുവിക്കണമേ. Transform the young people, Lord. യൗവനക്കാരെ രൂപാന്തരപ്പെടുത്തണമേ. Let them be transformed to have Jesus born in യേശു അവരിൽ them. ജനിച്ച് അവർക്ക് രൂപാന്തരം ഉണ്ടാകട്ടെ. Give them grace to study very well, നന്നായി Lord. പഠിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. Bless them അനുഗ്രഹിക്കണമേ. with wisdom, വിവേകത്താൽ great വലിയ accomplishment, ജയമുണ്ടാകണമേ. and a blessed ഒരു നല്ല future. ഭാവിയും. From today, let these young people turn to ഇന്നു മുതൽ ഈ God. യൗവനക്കാർ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. Study very well, നന്നായി Lord, പഠിക്കുവാൻ ഇടയാകട്ടെ. and have admission and good നല്ല job. പ്രവേശനവും നല്ല ജോലിയും ലഭിക്കുമാറാകട്ടെ. Bless അവരെ them. അനുഗ്രഹിക്കണമേ. Bless അവരെ them. അനുഗ്രഹിക്കണമേ. Now, my പ്രിയ friend, സുഹൃത്തേ, cry out for the Holy Spirit's anointing, പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കരയുക. to have God's guidance for the sake of your family and your നിങ്ങളുടെ children. കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ദൈവം വഴികാട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. Everybody cry out for the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി നിലവിളിക്കുക. Praise Him, സ്തുതിക്കാം. because you are seeing the sign of the Holy Spirit. പരിശുദ്ധാത്മാവിനെ അടയാളം കാണുന്നത് കൊണ്ട് The Holy Spirit is coming upon you. ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. You're having the Holy Spirit forming Jesus and His blessings in you. പരിശുദ്ധാത്മാവ് യേശുവിനെയും അവിടുത്തെ അനുഗ്രഹത്തെയും നിങ്ങൾ ഉരുവാക്കുന്നു. Open your ഹൃദയങ്ങളെ heart. തുറക്കൂ. Say, Lord, fill എന്നെ me. നിറയ്ക്കണമെന്ന് പറയൂ. Lord, fill കർത്താവേ, എന്നെ me. നിറയ്ക്കണമേ. Lord, fill എന്നെ me. നിറയ്ക്കണമേ. Fill me with thy Holy Spirit. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I must become your prophet to lead my ഞാൻ family. കുടുംബത്തെ നയിക്കുന്ന ഒരു പ്രവാചകനായി തീരണം. Cry out. നിലവിളിക്കൂ. Everybody cry എല്ലാവരും out. പ്രാർത്ഥിച്ചാട്ട്. The Holy Spirit is coming. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. You will have direction from God as Joseph യോസേഫിന് had. കിട്ടിയതുപോലെ ഒരു വഴികാട്ടൽ ലഭിക്കുമാറാകട്ടെ. You will protect your നിങ്ങളുടെ family. കുടുംബങ്ങളെ നിങ്ങൾ സംരക്ഷിക്കും. Fill them with the Holy Spirit, ആത്മാവിനാൽ Lord. അവരെ നിറയ്ക്കണമേ. Fill them, Lord. നിറയ്ക്കണമേ. Holy Spirit, come upon them. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരട്ടെ. Let them have the direction from you every അനുദിനവും day അവിടുത്തെ മാർഗനിർദ്ദേശം ഉണ്ടാകട്ടെ. and lead the അങ്ങനെ family. കുടുംബത്തെ നയിക്കട്ടെ. Lead the family. കുടുംബത്തെ നയിക്കട്ടെ. Thank you for this ഈ blessing, Lord. അനുഗ്രഹത്തിനായി നന്ദി. Everybody open your mouth and praise the എല്ലാവരും Lord. വചനങ്ങളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. Say thank you, Jesus. യേശുവിന് സ്തോത്രം പറയാം. Thank you, യേശുവേ Jesus. നന്ദി. Thank you, യേശുവേ Jesus. നന്ദി. The joy is filling you right now. സന്തോഷം സന്തോഷം അത് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയാണ്. Praise you, കർത്താവേ, Lord. സ്തോത്രം. Praise you, കർത്താവേ, Lord. സ്തുതിക്കുന്നു. Praise you, സ്തോത്രം Lord. കർത്താവേ. Amen. ആമേൻ. Amen. ആമേൻ. And finally, അവസാനമായി
the sign came to the angel. ദൂതന് ഒരു അടയാളം ലഭിച്ചു. In Luke 2:8-12, ലൂക്കോസ് 2:8 മുതൽ 10 വരെ when the shepherds were watching in the dark, ആ ഇരുട്ടിൽ കാവലിരിക്കുമ്പോൾ, watching their അവരുടെ flock, ആടുകൾക്ക് കാവലിരിക്കുമ്പോൾ, just like the pastors watch their പാസ്റ്റർമാർ flock, അവരുടെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ a sign happened. ഒരു അടയാളമുണ്ടായി. Angel ദൂതൻ came, കടന്നു വന്നു, glory of God came, ദൈവമഹത്വം കടന്നു വന്നു. and the good news that a child was born for them അവർക്കായി ഒരു came. ശിശു ജനിച്ചിരിക്കുന്ന ശുഭ സന്ദേശം അവർക്ക് ലഭിച്ചു. The angel said, ദൂതൻ പറഞ്ഞു, today a savior has been born in Bethlehem ബേത്ലഹേമിൽ രക്ഷകൻ പിറന്നിരിക്കുന്നു. for you, നിങ്ങൾക്കായി, to you. നിങ്ങൾക്ക് വേണ്ടി. This will be a sign ഇത് to you. നിങ്ങൾക്ക് അടയാളമായിരിക്കും. You have a baby wrapped in clothes. തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. The shepherds went and saw ഇടയന്മാർ him. ചെന്ന് അവനെ കണ്ടു. Every servant of God will have this ഓരോ sign. ദൈവദാസന്മാർക്കും ഒരു അടയാളം ലഭിക്കും. You'll have great glory of നിങ്ങൾക്ക് God. വലിയ ദൈവമഹത്വം ലഭിക്കും. Today it's coming upon അത് ഇന്ന് you. നിങ്ങളുടെ മേൽ വരികയാണ്. Do not be afraid. ഭയപ്പെടരുത്. Yes, the Lord sends you a യഹോവ sign. നിങ്ങൾക്ക് അടയാളം തരും. Your ministry will നിങ്ങളുടെ prosper ശുശ്രൂഷ വർദ്ധിക്കും. because the Lord himself is a sign for കാരണം you. കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളമാണ്. He will make you a sign and a wonder to the അവിടുന്ന് world. നിങ്ങളെ ലോകത്തിന് അത്ഭുതവും അടയാളവുമാക്കും. Do not be afraid. ഭയപ്പെടരുത്. I'm going to pray for God to heal you ദൈവം right നിങ്ങളെ now. സൗഖ്യമാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. How many of you want God to ദൈവം heal നിങ്ങളെ you? സൗഖ്യമാക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? Will you stand up wherever you ആയിരിക്കുന്ന are? സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം. Everyone will stand in the presence of എല്ലാവരും God. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. I'm going to pray the ഞാൻ final അവസാനമായി prayer പ്രാർത്ഥിക്കാൻ പോകുകയാണ്. that Jesus will heal യേശു you. നിങ്ങളെ സൗഖ്യമാക്കും. I see several people who have giddiness. തലകറക്കമുള്ള അനേക ആളുകളെ ഞാൻ കാണുന്നുണ്ട്. Some have ചിലർക്ക് vertigo. കുടിഞ്ഞിയുടെ അസ്വസ്ഥതയുണ്ട്. Some have acidic ചിലർക്ക് problem. ദഹനക്കേടിന്റെ അസ്വസ്ഥതയുണ്ട്. Because of that, the അതുകൊണ്ടാണ് giddiness comes. തലകറക്കം ഉണ്ടാകുന്നത്. The problem of pain comes in your shoulder, നിങ്ങളുടെ തോളിൽ വേദനയുണ്ട്, in your chest. നെഞ്ചിൽ വേദന. Jesus heals you right യേശു ഇപ്പോൾ now. നിങ്ങളെ സൗഖ്യമാക്കുന്നു. Padma, പത്മ, Jesus healed you right യേശു നിങ്ങളെ now. ഇപ്പോൾ സൗഖ്യമാക്കുന്നു. Be healed in Jesus' യേശുവിന്റെ name. നാമത്തിൽ സൗഖ്യമാകാം. Everyone who is sick in your body, ശരീരത്തിൽ വ്യാധികൾ ഓരോരുത്തരും put your hand upon your നിങ്ങളുടെ നെഞ്ചിലേക്ക് chest. നിങ്ങളുടെ കരങ്ങൾ വെക്കുക. Now Jesus യേശു will നിങ്ങളെ heal you. സൗഖ്യമാക്കും. You will see a sign, നിങ്ങളൊരു അടയാളം കാണും. the coming of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരവ്. Where the Spirit of the Lord is, there is liberty. കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. The healer is coming. സൗഖ്യദായകൻ വരുന്നു. The one who paid the price on the cross, Jesus Christ, is coming. ക്രൂശിൽ നമുക്കായി ക്രയം ചെലുത്തിയ യേശു ക്രിസ്തു വരുന്നു. By his stripes you are അവിടുത്തെ healed. അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു. He will lay his hands upon you and അവിടുന്ന് heal you അവിടുത്തെ കരം now. നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങളെ സൗഖ്യമാക്കും. Are you ready to be healed? സൗഖ്യമാകുവാൻ തയ്യാറാണോ? I see some people with a ear problem. കാതുകളിൽ പ്രശ്നമുള്ള ചില ആളുകളുണ്ട്. Jesus heals യേശു your നിങ്ങളുടെ ears കാതുകളെ സൗഖ്യമാക്കുന്നു. from head to ഇനി foot. മുതൽ ഉള്ളങ്കാൽ വരെ. I see the power of God to heal coming upon everybody. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വല്ലഭത്വം ഓരോരുത്തരുടെ മേലും വരുന്നത് ഞാൻ കാണുന്നു. There's a person who is a teacher ഇവിടെ here. ഒരു അധ്യാപകനുണ്ട്. You have been a faithful നിങ്ങൾ person, വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. but your nerves are affected. എന്നാൽ ഞരമ്പുകൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. God is not showing me your നിങ്ങളുടെ name, പേര് കർത്താവിനോട് പറയുന്നില്ല. but he heals you എന്നാൽ right കർത്താവ് now. സൗഖ്യമാക്കുന്നു. Be healed. സൗഖ്യമാകാ. Become a servant of God നിങ്ങളൊരു also. ദൈവദാസനും ആയിത്തീരും. Thank you, യേശുവേ Jesus. നന്ദി. Shivagami, ശിവകാമി, you are seeing all kinds of dreams and നിങ്ങൾ എല്ലാ visions. തരത്തിലുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നുണ്ട്. It's from the evil അത് powers. ദുർശക്തികളിൽ നിന്നാണ്. Jesus delivers you right യേശു ഇപ്പോൾ now. നിങ്ങളെ വിടുവിക്കുന്നു. The Holy Spirit is coming upon everybody. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും കടന്നു വരുന്നു. Rajalakshmi, രാജലക്ഷ്മി, you're not able to retain anything that you നിങ്ങൾ eat കഴിക്കുന്ന ഭക്ഷണമൊന്നും നിങ്ങൾക്ക് നിൽക്കുന്നില്ല. because of the evil powers. ദുർശക്തി നിമിത്തമാണത്. Jesus delivers you right now. യേശു ഇപ്പോൾ നിങ്ങളെ വിടുവിക്കുന്നു. Just ഇപ്പോൾ now. തന്നെ Cry to യേശുവിനോട് Jesus. പ്രാർത്ഥിക്കുക. Everybody cry to എല്ലാവരും യേശുവിനോട് Jesus. കരയുക. Ask for a ഒരു sign. അടയാളം ചോദിച്ചുകൊള്ളുക. Is coming to അവിടുന്ന് heal you. സൗഖ്യമാക്കാൻ വന്നിരിക്കുന്നു. Jesus Christ the healer is your സൗഖ്യദായകനായ sign. യേശുവാണ് നിങ്ങളുടെ അടയാളം. No man can ഒരു heal മനുഷ്യന് you. നിങ്ങളെ സൗഖ്യമാക്കാനാവില്ല. Paul Dinakaran is not a പോൾ healer. ദിനകരൻ ഒരു സൗഖ്യദായകനല്ല. Only യേശു Jesus. മാത്രമാണത്. He is your sign for അവിടുന്നാണ് healing. നിങ്ങളുടെ സൗഖ്യത്തിന്റെ അടയാളം. As we unitedly pray right നാം ഇപ്പോൾ now, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ Jesus is coming upon യേശു you. നിങ്ങളുടെ മേൽ വരും. The Holy Spirit is coming upon you പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. to deliver you right ഇപ്പോൾ തന്നെ now. നിങ്ങളെ വിടുവിക്കും. Father, പിതാവേ, be thou moved with compassion for your നിന്റെ people. ജനങ്ങളോട് അവിടുന്ന് അനുകമ്പ തോന്നുമാറാകണമേ.
as you did 2000 years ago when you were in this world. അധികം വർഷങ്ങൾക്ക് മുമ്പ് ഇഹലോകത്തിലായിരുന്നപ്പോൾ അവിടുന്ന് ചെയ്തതുപോലെ തന്നെ You laid your hands on everyone and healed നിന്റെ them. കരങ്ങൾ ഓരോരുത്തരുടെ മേലും വെച്ച് അവരെ സൗഖ്യമാക്കണമേ. Lord, കർത്താവേ, lay your hands on everyone. ഓരോരുത്തരുടെ മേലും അവിടുത്തെ കരം വെക്കണമേ. Everyone who is sick. വ്യാധിയായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും And heal അവരെ them, Lord. സൗഖ്യമാക്കണമേ. Heal them, അവരെ Lord. സൗഖ്യമാക്കണമേ. Heal them by your അവിടുത്തെ stripes. അടിപ്പിണരുകളാൽ സൗഖ്യമാക്കണമേ. Holy Spirit, fill them and deliver പരിശുദ്ധാത്മാവേ, them. അവരെ നിറച്ച് വിടുവിക്കണമേ. Drive out the devils who have brought the sickness in their അവരുടെ body. ശരീരത്തിൽ വ്യാധി കൊണ്ടുവന്ന പിശാചിനെ പുറത്താക്കണമേ. Let them never go after the devils അവരുടെ മേൽ anymore. പിശാചിന്റെ പിൻപേ പോകരുതേ. No more sin in their അവരുടെ body. ശരീരത്തിൽ പാപം ഇനി ഉണ്ടാവരുതേ. Let them turn to അവർ Jesus. യേശുവിലേക്ക് തിരിയട്ടെ. Holy Spirit, deliver them. പരിശുദ്ധാത്മാവേ, അവരെ വിടുവിക്കണമേ. Fill അവരെ them നിറയ്ക്കണമേ. and heal, Lord Jesus. യേശുവേ, അവരെ സൗഖ്യമാക്കണമേ. Heal, സൗഖ്യമാക്കണമേ. heal, സൗഖ്യമാക്കണമേ. heal your people. നിന്റെ ജനത്തെ സൗഖ്യമാക്കണമേ. Let every tumor come out. ട്യൂമറുകൾ വിട്ടുമാറട്ടെ. Every growth be healed. അർബുദത്തിന്റെ വളർച്ച നീങ്ങട്ടെ. Every stone come കല്ലുകൾ out. നീങ്ങിപ്പോകട്ടെ. Every allergy be അലർജികൾ healed. സൗഖ്യമാകട്ടെ. Thyroids come തൈറോയ്ഡുകൾ out. സൗഖ്യമാകട്ടെ. Every pain stop. വേദനകൾ മാറട്ടെ. And every fits be healed. ഫിക്സുകൾ സൗഖ്യമാകട്ടെ. Every demonic spirit come out in Jesus' name. ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. Father, heal. പിതാവേ, സൗഖ്യമാക്കണമേ. We pray in Jesus' ഞങ്ങൾ name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Touch and heal your people. ജനത്തെ തൊട്ട് സൗഖ്യമാക്കണമേ. And every organ begin to function normally. എല്ലാ അവയവങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കട്ടെ. Everybody's organ. ഓരോരുത്തരുടെയും അവയവങ്ങൾ, Every ഓരോ organ അവയവങ്ങളും start functioning സാധാരണ normally. പോലെ പ്രവർത്തിക്കട്ടെ. Kidneys be ഹൃദയങ്ങൾ healed. സൗഖ്യമാകട്ടെ. Back be ഹൃദയം healed. സൗഖ്യമാകട്ടെ. Liver be കരൾ healed. സൗഖ്യമാകട്ടെ. Heart be ഹൃദയം healed. സൗഖ്യമാകട്ടെ. Eyes be കണ്ണുകൾ healed. സൗഖ്യമാകട്ടെ. Every organ be എല്ലാ അവയവങ്ങളും healed. സൗഖ്യമാകട്ടെ. Set them free. വിടുവിക്കണമേ. Open your mouth wide, my brother, my sister, my എന്റെ child. സഹോദരാ, എന്റെ സഹോദരി, എന്റെ കുഞ്ഞെ, അധരങ്ങളെ തുറക്കൂ. Receive your healing സൗഖ്യം പ്രാപിച്ചുകൊള്ളുക. and say, Thank you, എന്നിട്ട് Jesus. യേശുവിന് നന്ദി പറയുക. Thank you, യേശുവേ, നിനക്ക് Jesus. സ്തോത്രം. Holy Spirit, പരിശുദ്ധാത്മാവേ, thank you for filling me, നിറച്ചതിന് നന്ദി. filling my എന്റെ body, ശരീരത്തെ നിറച്ചതിന്, and driving out the devils which are bringing രോഗം കൊണ്ടുവരുന്ന sickness. പിശാചിനെ ശാസിച്ചതിന് നന്ദി. Thank you, നന്ദി Jesus. യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. The demonic spirits which are stopping the people from having right relationships, ശരിയായ ബന്ധങ്ങളെ തടയുന്ന ദുരാത്മാക്കൾ let them come out. പുറത്തു വരട്ടെ. Let them come out. പുറത്തു വരട്ടെ. And the devils who are spoiling the jobs of the people, let them come out. ആളുകളുടെ ജോലിയെ നശിപ്പിക്കുന്ന പിശാച് പുറത്തു വരട്ടെ. Come out, you devils. പിശാചെ പുറത്തു വരിക. Come പുറത്തു out. വരിക. Leave everyone. ഓരോരുത്തരെയും വിട്ടുപോക. Each one is God's ഓരോരുത്തരും temple. ദൈവത്തിന്റെ മന്ദിരമാകുന്നു. We dedicate their bodies to be God's ഞങ്ങൾ temple. അവരുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി അർപ്പിക്കുകയാണ്. Would you say, Thank you, Jesus? യേശുവിന് നന്ദി പറഞ്ഞാട്ട്. Now Jesus ഇപ്പോൾ heals യേശു നിങ്ങളെ you. സൗഖ്യമാക്കുന്നു. Heals യേശു നിങ്ങളെ you. സൗഖ്യമാക്കുന്നു. Open your mouth and praise വായ് God. തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. Receive the സൗഖ്യം healing. പ്രാപിച്ചുകൊള്ളുക. Receive the സൗഖ്യം healing. പ്രാപിച്ചുകൊള്ളുക. Thank you, യേശുവേ, Jesus. നന്ദി. Thank you for healing your നിന്റെ ജനത്തെ people. സൗഖ്യമാക്കുന്നതിന് നന്ദി. The disease which they came with is not there anymore. അവർ വരുമ്പോൾ ഉണ്ടായിരുന്ന രോഗം ഇനി അവർക്ക് ഉണ്ടാകരുതേ. Because you have suffered for them to be healed, Lord. അവരുടെ സൗഖ്യത്തിനായി അവിടുന്ന് കഷ്ടം സഹിച്ചല്ലോ. And Jesus, you are laying your hands and healing യേശുവേ, them. അവിടുത്തെ കരങ്ങൾ വെച്ച് അവരെ സൗഖ്യമാക്കണമേ. Everybody shout, Thank you, Jesus. യേശുവേ, നന്ദി എന്ന് എല്ലാവരും ഉറക്കെ പറയാം. Thank you, Jesus. യേശുവേ, നന്ദി. Thank you, യേശുവേ, Jesus. നന്ദി. Thank you, യേശുവേ, Jesus. നന്ദി. You're touching the wombs of the people and healing them now. ഗർഭപാത്രത്തെ തൊട്ട് സൗഖ്യമാക്കുന്നല്ലോ. Let the blood diseases be healed. രക്തപ്രവാഹത്തിന് തടസ്സം നീങ്ങട്ടെ. Thank you, നന്ദി Lord. കർത്താവേ. Thank you, യേശുവേ, Jesus. നന്ദി. We give you all the സകല glory. മഹത്വവും അവിടുത്തേക്ക്. We give you all the സകല glory. മഹത്വവും അവിടുത്തേക്ക്. All the glory. സകല മഹത്വവും. Thank you, യേശുവേ, Jesus. നന്ദി. Every organ is beginning to function എല്ലാ now. അവയവങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. Jesus is healing us. യേശു നമ്മളെ സൗഖ്യമാക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Paralysis be healed. തളർവാദം സൗഖ്യമാകട്ടെ. Let them walk. Let them use their hands normally. അവരുടെ കരങ്ങൾ സാധാരണ പോലെ ചലിപ്പിച്ചവർ നടക്കട്ടെ.
Diabetes and blood pressure become normal in Jesus' പ്രമേഹവും name. രക്തസമ്മർദ്ദവും യേശുവിന്റെ നാമത്തിൽ സാധാരണമായി തീരട്ടെ. Thank you for doing it, കർത്താവേ, Lord. ഇത് ചെയ്യുന്നതിനായി നന്ദി. Go with thy children. മക്കളോടൊപ്പം പോകണമേ. Live with thy അവിടുത്തെ children. മക്കളോടൊപ്പം വസിക്കണമേ. You are their sign. അവിടുന്നാണ് അവരുടെ അടയാളം. Let them live by the power of the അവർ Holy Spirit. പരിശുദ്ധാത്മ ശക്തിയാൽ ജീവിക്കട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. അനുഗ്രഹിക്കട്ടെ. Wish you a very blessed and joyful Christmas. നിങ്ങൾക്ക് അനുഗ്രഹീതവും സന്തോഷകരവുമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. A very blessed year 2025. അനുഗ്രഹ സമ്പൂർണമായ 2025 നേരുന്നു. Amen. ആമേൻ.